ചൈനയുടെ വ്യാവസായിക വിപ്ലവം ലോകത്തിന്റെ ഫാക്ടറി ആയതിന്റെ രഹസ്യം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ കവർ മുതൽ അടുക്കളയിലെ ചെറിയ ഉപകരണം വരെ ഇന്ന് ലോകത്ത് വിൽക്കുന്ന മിക്ക ഉൽപ്പന്നങ്ങളിലും മെയ്ഡ് ഇൻ ചൈന എന്ന ലേബൽ ഉണ്ടാകും. എങ്ങനെയാണ് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി ആയി മാറിയത്? ഒരേ ഉൽപ്പന്നം 100 ഡിസൈനുകളിൽ കുറഞ്ഞ വിലയിൽ വേഗത്തിൽ ലോകത്ത് വിറ്റഴിക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു? കേവലം വിലക്കുറവ് മാത്രമല്ല ഇതിന്റെ രഹസ്യം. ലോകവിപണിയെ കീഴടക്കിയ ഈ വ്യാവസായിക മാന്ത്രിക പ്രക്രിയ എന്താണെന്ന് നമുക്ക് ഘട്ടം ഘട്ടമായി പരിശോധിക്കാം. ഒന്നാം ചോദ്യം, മെയ്ഡ് ഇൻ ചൈന എന്ന ബ്രാൻഡിന് ചൈനീസ് സർക്കാർ അടിത്തറയിട്ടത് എങ്ങനെയാണ്? ഈ വിജയഗാഥ ആരംഭിക്കുന്നത് 1978-ലെ പരിഷ്കരണത്തിന്റെയും തുറന്നുകൊടുക്കലിന്റെയും നയത്തോടെയാണ്. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ പ്രത്യേക സാമ്പത്തിക മേഖലകൾ അഥവാ SEZ സ്ഥാപിച്ചു. ഇത് വിദേശ മൂലധനവും സാങ്കേതിക വിദ്യയും ചൈനയിലേക്ക് ഒഴുകിയെത്താൻ കാരണമായി. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് റോഡുകൾ, റെയിൽവേ, തുറമുഖങ്ങൾ എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്തി. ഉൽപ്പന്നങ്ങൾ ലോകത്തേക്ക് എത്തിക്കാനുള്ള ലോജിസ്റ്റിക്സ് അടിത്തറ അവർ ശക്തമാക്കി. കൂടാതെ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം വഴി കുറഞ്ഞ വേതനത്തിൽ നിർമ്മാണത്തിന് ആവശ്യമായ മനുഷ്യശക്തിയും ഉറപ്പാക്കി. രണ്ടാം ചോദ്യം, ഒരു ആശയം കണ്ടെത്തുന്നത് മുതൽ അത് നിർമ്മിക്കാനുള്ള യന്ത്രം വരെ അവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ചൈനീസ് വ്യവസായികൾ ആഗോള ട്രെൻഡുകൾ 24 മണിക്കൂറും നിരീക്ഷിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ ഒരു പുതിയ ഉൽപ്പന്നം വൈറലായാൽ ഉടൻ അവർ അത് ഏറ്റെടുക്കും. അതിവേഗ പ്രോട്ടോടൈപ്പിംഗാണ് അവരുടെ ഒന്നാമത്തെ വിജയം. ഒരു ആശയം ലഭിച്ചാൽ അത് പ്രവർത്തനക്ഷമമായ ഉൽപ്പന്നമാക്കി മാറ്റാൻ അവർക്ക് ദിവസങ്ങൾ മാത്രം മതി. ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം, ഒരു പുതിയ ഉൽപ്പന്നം വൻതോതിൽ നിർമ്മിക്കാൻ ആവശ്യമായ പുതിയ യന്ത്രങ്ങളും മിഷനറി അവർ സ്വന്തമായി ഡിസൈൻ ചെയ്യുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നു എന്നതാണ്. അതായത് ഉൽപ്പന്നം മാത്രമല്ല, ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങളും അവർ വികസിപ്പിക്കുന്നു. ഇത് ഉൽപ്പാദനച്ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ അവരെ സഹായിച്ചു. മൂന്നാം ചോദ്യം, ഗുണനിലവാരത്തിലും വിലയിലും ഡിസൈനിലും അവർ എങ്ങനെ മത്സരം സൃഷ്ടിക്കുന്നു എന്നതാണ്. ഇതിന്റെ രഹസ്യം വ്യാവസായിക ക്ലസ്റ്ററുകളിലാണ്. ഒരേ തരം സാധനങ്ങൾ നിർമ്മിക്കുന്ന ആയിരക്കണക്കിന് ഫാക്ടറികൾ ഒരിടത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇവ ഇതിന് ഉദാഹരണമാണ്. ഒരു ഉൽപ്പന്നത്തിന്റെ ചെറിയ സ്ക്രൂ പോലും തൊട്ടടുത്ത ഫാക്ടറിയിൽ നിന്ന് നിമിഷങ്ങൾക്കകം ലഭിക്കും. ഓർഡർ ലഭിച്ച മണിക്കൂറുകൾക്കകം പാക്ക് ചെയ്യാൻ സാധിക്കുന്നത്ര വേഗയാണിത്. വൻതോതിലുള്ള ഉൽപ്പാദനം കാരണം ഓരോ ഉൽപ്പന്നത്തിനും വരുന്ന ചെലവ് കുറവാണ്. ഒരേ ഡിസൈൻ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള ഗുണനിലവാരത്തിലും ഏറ്റവും ഉയർന്ന നിലവാരത്തിലും അവർ ഉൽപ്പാദിപ്പിക്കുന്നു. ഉപഭോക്താവിന്റെ ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. കൂടാതെ അലിബാബ, അലിഎക്സ്പ്രസ് പോലുള്ള സ്വന്തം പ്ലാറ്റ്ഫോമുകൾ വഴി ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് ഉൽപ്പന്നങ്ങൾ അതിവേഗം എത്തിക്കുന്നു. ചുരുക്കത്തിൽ, ശക്തമായ സർക്കാർ പിന്തുണ, ആവശ്യമായ യന്ത്രങ്ങൾ സ്വയം നിർമ്മിക്കാനുള്ള ശേഷി, ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള വ്യാവസായിക ക്ലസ്റ്ററുകൾ. ഈ സവിശേഷമായ പ്രോസസ്സാണ് ചൈനയെ ലോകത്തിന്റെ ഫാക്ടറിയാക്കി എക്സ്പെക്ടിംഗ്. മെയ്ഡ് ഇൻ ചൈന എന്ന ലേബൽ ഇന്ന് ആഗോള വിപണിയുടെ വേഗയുടെ പര്യായമാണ്. മോദി സർക്കാരിന്റെ വ്യാവസായിക നയങ്ങൾ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നു. ചൈനീസ് മാതൃകയുമായി നമുക്ക് ഏറെ സമാനതകളുണ്ട്. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാന വ്യാവസായിക പദ്ധതികളുടെ ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും ചൈനയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ നയങ്ങളുമായി പല കാര്യങ്ങളിലും സമാനതകൾ പുലർത്തുന്നുണ്ട്. ഇന്ത്യയെ ഒരു ആഗോള നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഈ നയങ്ങളുടെ പ്രധാന ലക്ഷ്യം. 1. മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഉൽപ്പാദന മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, വിദേശ നിക്ഷേപം ആകർഷിക്കുക, രാജ്യത്തെ ഒരു ആഗോള നിർമ്മാണ ഹബ്ബായി മാറ്റുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 1978-ൽ ചൈന സ്വീകരിച്ച തുറന്നുകൊടുക്കൽ ഓപ്പണിംഗ് അപ്പ് നയങ്ങളോടും ലോകത്തിന്റെ ഫാക്ടറി ആകാനുള്ള ശ്രമങ്ങളോടും ഇതിന് സമാനതയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത് ഊന്നൽ നൽകുന്നു. 2. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് PLI സ്കീം. മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകളിലെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. കൂടുതൽ ഉൽപ്പാദനം നടത്തുന്ന കമ്പനികൾക്ക് സർക്കാർ നേരിട്ട് സാമ്പത്തിക പ്രോത്സാഹനം, സബ്സിഡികൾ നൽകുന്നു. ചൈനീസ് സർക്കാരുകൾ വ്യാവസായിക വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ നൽകിയ പ്രത്യേക സാമ്പത്തിക ഇളവുകളോട് സെസ് ഇളവുകൾ ഈ തന്ത്രത്തിന് സമാനതയുണ്ട്. 3. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. രാജ്യത്ത് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ളവ പ്രവർത്തിപ്പിക്കുന്നതിനും ആവശ്യമായ നിയമപരമായ നൂലാമാലകളും റെഡ് ടേപ്പ് സമയവും കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ലൈസൻസിംഗ്, വ്യവസായ നിയമങ്ങൾ എന്നിവ ലഘൂകരിച്ചുകൊണ്ട് നിക്ഷേപകർക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ചൈന ശ്രമിച്ചതിനോട് ഇത് സാമ്യം പുലർത്തുന്നു. 4. ആത്മനിർഭർ ഭാരത്, സ്വയം പര്യാപ്ത ഭാരതം. നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രിതത്വം കുറക്കാനും ഈ ദീർഘവീക്ഷണത്തോടെയുള്ള നയം ലക്ഷ്യമിടുന്നു. തദ്ദേശീയമായി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ആഗോള വിതരണ ശൃംഖലയിൽ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയായി സ്ഥാപിക്കാനും സർക്കാർ ശ്രമിക്കുന്നു. 5. പ്രധാന വ്യത്യാസം, ഭരണ സമ്പ്രദായം. ഈ നയങ്ങൾക്ക് ചൈനീസ് തന്ത്രങ്ങളുമായി സമാനതയുണ്ടെങ്കിലും ഇന്ത്യ ഒരു ജനാധിപത്യ ഫെഡറൽ രാജ്യമാണ്.
ചൈനയിലെ പോലെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അതിവേഗത്തിൽ നടപ്പിലാക്കാൻ ഇവിടെ എപ്പോഴും സാധിക്കണമെന്നില്ല. സംസ്ഥാന സർക്കാരുകൾ, കോടതികൾ, വിവിധ ഏജൻസികൾ എന്നിവയുടെ പങ്കാളിത്തവും അംഗീകാരവും ആവശ്യമുള്ളതിനാൽ നയങ്ങൾ നടപ്പാക്കുന്ന പ്രക്രിയക്ക്